CPIM പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരും. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കും. വെൺമണി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ നാളെ രാവിലെയോടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഇന്ത്യയിലാദ്യമായി മെയ് ദിനാചരണത്തിന് നേതൃത്വം നൽകിയ ശിങ്കാരവേലുവിന്റെ നോർത്ത് ചെന്നൈയിലെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് ആദ്യ ദീപശിഖ യാത്ര തുടങ്ങിയത്. സേലം ജയിൽ രക്തസാക്ഷികൾ, കോവൈ ചിന്നയംപാളയം രക്തസാക്ഷികൾ ജാതിവർക്കെതിരെ പോരാടിയതിന് 1981 മാർച്ച് 31 ജീവൻ സമർപ്പിക്കേണ്ടി വന്ന മധുര ത്യാഗരാജൻ എഞ്ചിനീയറിംഗ് കോളേജിലെ SFI വിദ്യാർത്ഥികളായ സോമസുന്ദരം, സെമ്പുലിംഗം എന്നിവരുടെ സ്മാരകത്തിൽ നിന്ന് 4ാമത്തെയും മധുരയിലെ രക്തസാക്ഷികളുടെ കുടീരത്തിൽ നിന്ന് 5ാമത്തെയും ദീപശിഖയെത്തും. വെൺമണി രക്തസാക്ഷികളുടെ സ്മാരക കുടീരത്തിൽ നിന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം വാസുകിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പതാക 2 രാവിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ AK പത്മനാഭൻ ഏറ്റുവാങ്ങും. രാവിലെ 8 ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ബിപിൻ ബസു പതാക ഉയർത്തും. தமிழ்நாட்டில் இருக்கக்கூடிய 2 கோடிக்கு மேற்பட்ட இளைஞர்களை ஒரு சமூக அக்கறை உள்ளவர்களாக மாற்றுவதற்கு, சிந்தனா சக்தியை மாற்றுவதற்கான முயற்சியை நாங்கள் மேற்கொண்டிருக்கிறோம். எனவே அந்த இளைஞருடைய சக்தியை பூராவிலும் வெளிக்கொண்டுகிற முறையில் ஒரு சாதி மதங்களை கடந்து, இன வேறுபாடுகளை கடந்து, மொழி வேறுபாடுகளை கடந்து எல்லாருக்கும் எல்லாமும் இருக்கிற அந்த நல்ல சிந்தனை உருவாக்க வேண்டும் என்கிற முறையில் இந்த மாநாட்டில் இளைஞர்களை ஈர்ப்பது, இளைஞர்களை ஒரு எழுச்சியுற செய்வது என்பதுதான் எங்களுடைய மையமான நோக்கமாக இந்த மாநாட்டு ஏற்பாடு நாங்கள் செய்கிறோம். 10:30 കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മണിക് സർക്കാർ അധ്യക്ഷനാകും. CPI ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ളവർ പങ്കെടുക്കും. 6 നടക്കുന്ന പൊതുസമ്മേളനത്തോടെ പാർട്ടി കോൺഗ്രസിന് സമാപനമാകും. വാച്ചാത്തി ജീവിക്കുന്ന രക്തസാക്ഷികളാണ് പൊതുസമ്മേളനത്തിന് മുന്നോടിയായുള്ള റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മധുര ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പതാക ഉയരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. മധുരയിലെ സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.